ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു സെക്ഷൻ ആരംഭിക്കുകയാണ്. ഇംഗ്ലീഷ് ബേസിക്സ് ഫോർ ബിഗിനേഴ്സ്. ഇംഗ്ലീഷിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മുതൽ ആരംഭിക്കുന്ന ഈ ഒരു സീരീസ് ഒന്നിൻ്റെ തുടർച്ചയെന്നോണമാണ് നമ്മൾ ഓരോ ലെസൺസും അപ്ലോഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് തുടക്കം മുതൽ പഠിച്ചു തുടങ്ങണം എന്നാഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നമ്മൾ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മളിതുവരെ പഠിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പഠന രീതിയാണ് ഈ ഒരു സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ലെസണിൽ, ഈ ഫസ്റ്റ് ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോനൗണുകളായിട്ടുള്ള ഐ, മീ, മൈ, മൈൻ, മൈസെൽഫ് തുടങ്ങിയിട്ടുള്ള വേർഡ്സിനെ കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിൽ ഫസ്റ്റായിട്ട് നമ്മൾ നൗൺ എന്താണെന്ന് നോക്കാം. നൗണ് ഒരു നാമം എന്ന രീതിയിൽ നമ്മൾ കാണേണ്ടേ ഉള്ളൂ. അപ്പോൾ നൗൺ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെയിം ഓഫ് പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയാസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേര്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് രാജു ഒരു കുട്ടിയുടെ പേരാണ്, ഡൽഹി ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, പെന്ന് ഒരു വസ്തുയുടെ പേരാണ്, ഹാപ്പിനെസ് ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ എന്തിനെങ്കിലും ഒരു പേരിനെയാണ്, ഒരു നാമത്തെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് പ്രോനൗൺ. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ പ്രോനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് നൗൺ. നൗണിൻ്റെ സ്ഥാനത്ത് നമ്മൾ വേറൊരു അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണത് പ്രോനൗൺ. വി ഓഫൺ യൂസ് ദം ടു അവോയ്ഡ് റിപ്പീറ്റിംഗ് ദി നൗൺസ്. നൗൺസിനെ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, രാജു ഈസ് എ ഗുഡ് ബോയ്, ഹി ഒബേയ്സ് ഹിസ് പാരൻസ്. ഇവിടെ ഫസ്റ്റ് നമ്മൾ രാജു ഈസ് എ ഗുഡ് ബോയ്, രാജു ഒരു നല്ല കുട്ടിയാണ്. പിന്നെ നമ്മൾ ഹി ഒബേയ്സ് ഹിസ് പാരൻസ്. അപ്പോൾ ഹി എന്താണ്, അവൻ ആരാണ്, രാജുവിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഹി ഒബേയ്സ് ഹിസ് പാരൻസ്, അവൻ പാരൻസിനെ അനുസരിക്കും. ഇപ്പോൾ രണ്ടാമത് ഹി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം രാജുവിന് പകരം നമ്മൾ ഹി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹി പ്രോനൗണാണ്. അപ്പം ഇങ്ങനെ പല രീതിയിൽ നമ്മൾ നൗൺസിന് പകരം പ്രോനൗൺസ് ഉപയോഗിക്കാറുണ്ട്, റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നൗൺ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിന് നമ്മൾ പേര്, അല്ലെ ഒരു നാമം എന്ന രീതിയിലും ഈ ഒരു നൗണിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രോനൗൺ. ഓക്കെ, എക്സാമ്പിളായിട്ടൊരു വസ്തുവിൻ്റെ പേരാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ ആ വസ്തുവിൻ്റെ പേര് പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല, നമ്മൾ അത് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അത്രേ അതിൽ ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ, വേറെ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. ഓക്കെ അല്ലേ? ഇതിൻ്റെ വിവിധ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഇവയുടെയൊക്കെ മീനിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഐ നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് മീനിങ് വരുന്ന സന്ദർഭത്തിൽ സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഐനെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് മീ. മീ എന്നുള്ളത് നമുക്ക് എന്നെ, എന്നോട്, എനിക്ക്, എൻ്റെ എന്നുള്ള രീതിയിലുള്ള അർത്ഥങ്ങളെല്ലാം വരുന്നുണ്ട്. മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, മൈൻ എൻ്റേത്, മൈസെൽഫ് എന്നെ തന്നെ, ഞാൻ തന്നെ എന്നുള്ള രീതിയിലാണ് ഇവയുടെ അർത്ഥം വരുന്നത്. നമുക്ക് ഇനി എക്സാമ്പിൾസ് നോക്കാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ നമ്മൾ പറഞ്ഞു ഐ എന്നത് ഞാനെന്നും എനിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് സെൻറ്റൻസ്, ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഇവിടെ ഐക്ക് ഞാൻ എന്നുള്ള അർത്ഥമാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്, ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഇവിടെ ഐക്ക് മീനിങ് വന്നിട്ടുള്ളത് എനിക്ക് എന്നുള്ള മീനിങ് ആണ്. രണ്ടാമത് മീ. മീ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്നെ, എന്നോട്, എനിക്ക്, എൻ്റെ എന്നുള്ള രീതിയിൽ അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ, ഷീ കോൾഡ് മീ, അവൾ എന്നെ വിളിച്ചു. അപ്പോൾ ഇവിടെ എന്നെ എന്നുള്ള അർത്ഥമാണ് വന്നിട്ടുള്ളത്. ഹീ ടോൾഡ് മീ എ സ്റ്റോറി, അവൻ എന്നോട് ഒരു കഥ പറഞ്ഞു. ഇവിടെ എന്നോട് എന്നുള്ള അർത്ഥമാണ് മീക്ക് വന്നിട്ടുള്ളത്. ദേ ഗേവ് മീ എ ഗിഫ്റ്റ്, അവർ എനിക്കൊരു സമ്മാനം തന്നു. ഇവിടെ എനിക്ക് എന്നാണ് ഇവിടെ മീക്ക് അർത്ഥം വന്നിട്ടുള്ളത്. അടുത്തത്, ഷീ വിൽ കം വിത്ത് മീ, അവൾ എൻ്റെ കൂടെ വരും. ഇവിടെ എൻ്റെ എന്നുള്ള മീനിങ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മീക്ക് നമുക്ക് ഇങ്ങനെയുള്ള 4 രീതിയിലുള്ള മീനിങ്സ് വെച്ചിട്ട് സെൻറ്റൻസിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ മൈ നമുക്കറിയാം എൻ്റെ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ദിസ് ഈസ് മൈ ബൈക്ക്, ഇതെൻ്റെ ബൈക്കാണ്. ദിസ് ഈസ് മൈ ബുക്ക്, ഇതെൻ്റെ ബുക്കാണ്. അടുത്തത് മൈൻ എൻ്റേത്. നമുക്ക് നോക്കാം.
ദിസ് ബൈക്ക് ഈസ് മൈൻ. ഈ ബൈക്ക് എൻ്റേതാണ്. ദസ് ബുക്സ് ആർ മൈൻ. ആ പുസ്തകങ്ങൾ എൻ്റേതാണ്. ഇറ്റ് വാസ് മൈൻ. ഇത് എൻ്റേതായിരുന്നു. യു ആർ മൈൻ. നീ എൻ്റേതാണ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് മൈസെൽഫ്. മൈസെൽഫ് നമ്മൾ രണ്ട് രീതി യൂസ് ചെയ്യുന്നുണ്ട്. എന്നെ തന്നെ, ഞാൻ തന്നെ. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ ഹേറ്റ് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. ഐ മൈസെൽഫ് വിൽ ഡു ഇറ്റ്. ഞാൻ തന്നെ ഇത് ചെയ്യും. ഐ മൈസെൽഫ് ഫൗണ്ട് ദി ആൻസർ. ഞാൻ തന്നെ ആ ആൻസർ കണ്ടെത്തി. ഐ ലുക്ക്ഡ് അറ്റ് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ നോക്കി. ഐ ടോൾഡ് മൈസെൽഫ് നോട്ട് ടു സ്പെൻഡ് ആൾ മൈ മണി ഓൺ ന്യൂ ഷൂസസ്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എല്ലാ ക്യാഷും ഷൂവിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ട എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെസണിൽ നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മളിതിൽ ഐ എന്നുള്ള പദവും അതിൻ്റെ വിവിധ ഉപയോഗങ്ങളും, അതുപോലെ മീ എന്നുള്ള പദവും അതിൻ്റെ വിവിധ ഉപയോഗങ്ങളും, അതുപോലെ മൈ, മൈൻ, മൈസെൽഫ്, ഇവ അതിൻ്റെ അർത്ഥവും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. സെൻറ്റൻസുകളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നും കൂടെ വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, സീ യു അഗെയിൻ. ബൈ.